നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പും പേരാമ്പ്ര പോലീസ്, എക്സൈസ് എന്നിവരുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകളിൽ സംയുക്തമായി പരിശോധന നടത്തി. നിയമം ലംഘിച്ചോടിയ വാഹനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി കേസെടുത്തു. പേരാമ്പ്രയിൽ തുടർച്ചയായി ഉണ്ടായ ബസ് അപകടങ്ങളുടെയും അമിത വേഗതയിലുള്ള മത്സര ഓട്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ പേരാമ്പ്ര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ്, എക്സൈസ് എന്നീ വകുപ്പുകൾ സംയുക്തമായി കുറ്റ്യാടി മുതൽ ഉള്ളേരി വരെയുള്ള റൂട്ട് കേന്ദ്രീകരിച്ച് ബസ്സുകളിൽ മിന്നൽ പരിശോധന നടത്തി. തുടർന്ന് ക്രമക്കേടുകൾ കണ്ടെത്തി 50ഓളം കേസുകൾ എടുത്തു. 44,850 രൂപ പിഴ ഈടാക്കി. എയർ ഹോൺ ഉപയോഗം, വാതിലുകൾ തുറന്നിട്ടുകൊണ്ടുള്ള സർവീസ്, ഡ്രൈവറുടെ മൊബൈൽ ഫോൺ ഉപയോഗം, അപകടകരമായ ഓവർടേക്കിംഗ്, സ്റ്റോപ്പുകളിൽ റോഡിന്റെ മധ്യഭാഗത്ത് ബസ് നിർത്തൽ, മറ്റു യാത്രക്കാർക്ക് തടസ്സമുണ്ടാകും വിധം റോഡിന്റെ ഇരുഭാഗത്തും സമാന്തരമായി ബസ്സുകൾ നിർത്തുന്നത് തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. യൂണിഫോം ധരിച്ച് ചെക്കിംഗ് നടത്തുമ്പോൾ ബസ് ജീവനക്കാർ പരസ്പരം വിവരം കൈമാറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മഫ്തിയിൽ യാത്രക്കാരായി ബസ്സുകളിൽ യാത്ര ചെയ്യുകയും ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തത്. യാത്രക്കാരിൽ നിന്ന് നേരിട്ട് പരാതി കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നിരന്തരം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് പരാതികൾ ഓഫീസിൽ വല്ലാതെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ രൂപത്തിലൊരു പരിശോധന. ഈ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് മഫ്തിയിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മഫ്തിയിൽ കയറി യാത്രക്കാർക്കുള്ള പ്രയാസങ്ങൾ, ഡ്രൈവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തുകയാണ്. അത് മോട്ടോർ വാഹന വകുപ്പ് കൂടാതെ പോലീസുണ്ട്, പോലീസിൻ്റെ സഹായമുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായമുണ്ട്, കോഴിക്കോട് വടകര എൻഫോഴ്സ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിശോധന നടത്തുന്നത്. ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രത്യേകമായിട്ടുള്ളൊരു ചെക്കിങ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒരു സസ്പെൻസായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും അറിയാത്ത രൂപത്തിൽ, പക്ഷേ ഞങ്ങളൊരു പോയിന്റിൽ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് വിവരങ്ങൾ. അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. ഇതേറെ വിജയകരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഈ ചെക്കിങ് വളരെ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ റൂട്ടിലെ ബസ് ഒരുവിധം മര്യാദ രൂപത്തിലാണ് ഈ റോഡിൽ കൂടി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഇതിനെ പറ്റിയിട്ട് പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല അഭിപ്രായം മോട്ടോർ വാഹന വകുപ്പിനെ പറ്റിയിട്ടും അതേപോലെ പോലീസിനെ പറ്റിയിട്ടും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഈ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ഇനി ഈ റോഡിൽ ഒരു മനുഷ്യക്കുരുതി ഇല്ലാതെ ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇത്തരം പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കേസുകൾ ഇന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എയർ ഹോൺ മുഴക്കുന്നത്, അതുപോലെ ഡ്രൈവർ കണ്ടക്ടർ യൂണിഫോം ഇല്ലാതെ ആണ് സേവനം ചെയ്യുന്നത്, അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ഇത്തരം തയ്യാറാക്കിയിട്ടുണ്ട്. തുടർന്ന് ഈ പരിശോധന ഉണ്ടാവും. ഇന്ന് ഏതാണ്ട് 3-4 ഭാഗത്തും കൂടെ വണ്ടി വരാനുണ്ട്. അതിൽ നമ്മൾ ഉദ്യോഗസ്ഥരുണ്ട്, അതുകൂടെ പരിശോധിച്ച് തൽക്കാലം ഇന്ന് വരുത്തി. പിന്നെ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പരിശോധന ഉണ്ടാകുമെന്നതാണ് അറിയിക്കുന്നത്. പേരാമ്പ്ര ജോയിന്റ് RTO TM പ്രഗീഷ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഗിരീഷ് MG എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ AMVI-മാരായ ശ്രീനി SD, നൂർ മുഹമ്മദ് P, റോണി ജോസ് വർഗീസ്, ജിതേഷ്, ശരത്, അഖിൽ രാഘവ്, അനൂപ്, പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ കുഞ്ഞമ്മദ്, സുബ്രഹ്മണ്യൻ, സിവിൽ പോലീസ് ഓഫീസറായ ലിഗേഷ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ റഷീദ്, സിവിൽ എക്സൈസ് ഓഫീസർ വിചിത്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.